തലശ്ശേരി റെയിൽവേ സ്റ്റേഷന്റെ മുഖച്ഛായ മാറ്റുന്ന നിരവധി സൗകര്യങ്ങളും സംവിധാനങ്ങളും സമീപ നാളുകളിൽ സജ്ജമാകുമെന്ന് പ്രൊഫസർ റിച്ചാർഡ് എം.പി. ഇതിനായുള്ള തീരുമാനങ്ങളും അനുമതിയും ലഭിച്ചു കഴിഞ്ഞതായും എം.പി. പറഞ്ഞു. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽവേ സ്റ്റേഷനിലെ 1-ാം പ്ലാറ്റ്ഫോമിൽ സ്ഥാപിച്ച ഹൈമാക്സ് ലൈറ്റിന്റെ പണി പൂർത്തിയായി. എത്രയും പെട്ടെന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുമെന്നും ഇതേ സംവിധാനം 2-ാം പ്ലാറ്റ്ഫോം പരിസരത്തും ഏർപ്പെടുത്തുമെന്നും റിച്ചാർഡ് എം.പി. പറഞ്ഞു. യാത്രക്കാരുടെ ചിരകാല ആവശ്യമായ ഓപ്പൺ ടിക്കറ്റ് കൌണ്ടർ എത്രയും പെട്ടെന്ന് ആരംഭിക്കും. ഇതിന്റെ സമീപത്തായി എനി ടൈം ടിക്കറ്റ് വെൻഡിംഗ് മെഷീനും സ്ഥാപിക്കും. VIP ലോഞ്ച്, നിരീക്ഷണ ക്യാമറകൾ, 2 പ്ലാറ്റ്ഫോമുകളിലായി 3 സീറ്റുകളോടുകൂടിയ 50 കസേരകൾ, ഫുഡ് പ്ലാസ, ലഘുഭക്ഷണ സ്റ്റാളുകൾ, പ്ലാറ്റ്ഫോമിന് പൂർണ്ണമായ മേൽക്കൂര, RPFന് കൂടുതൽ സേനാംഗങ്ങൾ, മാംഗ്ലൂർ കൽക്കട്ട വിവേക എക്സ്പ്രസിന് തലശ്ശേരിയിൽ സ്റ്റോപ്പ് എന്നിവയും അനുവദിച്ചു കഴിഞ്ഞുവെന്നും എം.പി. അറിയിച്ചു. അതായത് ഓട്ടോമാറ്റിക് ടിക്കറ്റ് വെൻഡിംഗ് മെഷീൻ വരുന്നുണ്ട്, പിന്നെ ഓപ്പൺ ടിക്കറ്റ് കൗണ്ടർ രണ്ടും വരുന്നുണ്ട് സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ. അതേപോലെ തന്നെ നമുക്ക് ഒരു VIP ലോഞ്ച്, തലശ്ശേരിയിൽ VIP ലോഞ്ചില്ല റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ ഒരു VIP ലോഞ്ച് വരാൻ പോകുന്നുണ്ട്, സെക്കൻഡ് പ്ലാറ്റ്ഫോമിലായിരിക്കും. സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ ഒരു VIP ലോഞ്ച് വരാൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ 50 ചെയറും കൂടി റെയിൽവേ സ്റ്റേഷനിൽ 2 ഭാഗത്തുമായിട്ട് റെയിൽവേ തന്നെ ഇടാൻ പോകുന്നുണ്ട്. 50 ചെയർ കൂടി ധാരാളം. പിന്നെ പലപ്പോഴും ഈ മാഹി അടുത്തുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഇവിടെ തലശ്ശേരി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ RPFന്റെ നല്ല സഹകരണം ഉണ്ട് ഇവിടെ. അപ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ആൾക്കാരെ കൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ ഇവിടെ തലശ്ശേരി ഒരു ക്യാമറ, ഒരു സർവൈലൻസ് ക്യാമറ വരാൻ പോകുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഒരു സ്റ്റോപ്പേജ് ഓഫ് ട്രെയിൻ. അപ്പോൾ ഒരു ട്രെയിന്, ഈ വിവേക് എക്സ്പ്രസ് എന്ന ട്രെയിന് രാത്രി ഇവിടെ നിർത്തുന്നതായിരിക്കും. ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള നടപ്പാത നിർമ്മാണത്തിന് ഇതിനകം തന്നെ റെയിൽവേ അനുമതി നൽകിയിട്ടുണ്ട്. സദാനന്ദ പൈ പെട്രോൾ പമ്പിന് പിറകിലുള്ള ഓവുചാലിന് മേൽമൂടിയിട്ടാൽ നടപ്പാത വഴി കാൽനടയാത്ര സുഗമമാകും. ഇതിനായി നഗരസഭയാണ് മുൻകൈ എടുക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. തലശ്ശേരിക്കാർക്ക് വേണ്ടിയിട്ട് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ആ ഫുട്പാത്തിൻ്റെ അത് പാസ്സാക്കി കിട്ടിയത്. അതിന് ഇനി റെയിൽവേ സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി മുനിസിപ്പാലിറ്റി അതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ, അത് ഓപ്പൺ ഡ്രെയിനേജ് ആണ് അവിടെ. തലശ്ശേരിക്കാരെ സംബന്ധിച്ചോളം മൊസ്കിറ്റോസ്, കൊതുക് വളർത്തൽ കേന്ദ്രമാണ് തലശ്ശേരിൻ്റെ. അതൊന്ന് ആ ഡ്രെയിനേജ്, ഓപ്പൺ ഡ്രെയിനേജ് കവർ ചെയ്യുക. സൈമിൾട്ടേനിയസ്ലി അതൊരു പാത്തായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആൾക്ക് വളരെ സുഖകരമായിട്ട് ഈ സ്റ്റേഷനിൽ വന്ന് ടിക്കറ്റ് എടുത്ത് പോകാം. ചുറ്റി വരേണ്ട ആവശ്യമില്ല. മുനിസിപ്പാലിറ്റി അത് നല്ലവണ്ണം ചെയ്യുമെന്ന് പ്രത്യാശയുണ്ട്. കാരണം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു സംഗതിയാണത്. റെയിൽവേ ചീഫ് കൊമേഴ്സ്യൽ ഇൻസ്പെക്ടർമാരായ ശ്യാം ശശിധരൻ, ജയകൃഷ്ണൻ, BJP മണ്ഡലം പ്രസിഡന്റ് MP സുമേഷ് എന്നിവരും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.